ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന തുടരും മൂവി എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഇതിന്റെ ടൈറ്റിലിനെ കുറിച്ച് പറയാം. തുടരും എന്നൊരു ടൈറ്റിൽ ഒരു വലിയ പഞ്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈറ്റിലാണ് തുടരും എന്നുള്ളത്. എന്നാൽ ഈ പറഞ്ഞ തുടരും എന്ന ഈ ഒരു ടൈറ്റിൽ ഈ ഒരു പടത്തിന് ചേരുന്നത് ഇതിന്റെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ്. അതുപോലെ നമുക്ക് അവസാനം മനസ്സിലാകും മലയാളത്തിന്റെ മോഹൻലാൽ തുടരും എന്നുള്ളത്. അതായത് പലരും പറയുന്ന പോലെ അദ്ദേഹം അവസാനിച്ചിട്ടില്ല, അദ്ദേഹം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുതന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. മോഹൻലാൽ തുടരും. ആശീർവാദ് മൂവീസിന്റെ അല്ല ഈ ഒരു സിനിമ, രജപുത്ര ഫിലിംസിന്റെ ബാനറിലാണ് ഈ ഒരു തുടരും സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ തരുൺ മൂർത്തിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ലാലേട്ടനെ വെച്ച് നോക്കുമ്പോഴേക്ക് ഒരു പുതുമുഖ സംവിധാനം തന്നെയാണ്. അതുപോലെ തരുൺ മൂർത്തിയുടെ പഴയ പടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം എല്ലാം നല്ല പടങ്ങൾ തന്നെയാണ്. എന്നാൽ വലിയ കൊമേഴ്ഷ്യൽ പടങ്ങളൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം വലിയൊരു ഹൈപ്പ് കാര്യങ്ങളൊന്നും ഈ തരുൺ മൂർത്തിയുടെ പടങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോഴേക്കും ലാലേട്ടനെ വെച്ചാണ് തരുൺമൂർത്തി ഈ ഒരു പടം ചെയ്തിരിക്കുന്നത്. ശരിക്കും ലാലേട്ടനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു പടം കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. പലരും നെഗറ്റീവ് അടിച്ചിരുന്ന കാര്യങ്ങളാണ്, ലാലേട്ടന്റെ മാനസം പോയി, അതുപോയി ഇതുപോയി, പഴയ ആ ഒരു അഭിനയം ഒന്നും വരുന്നില്ല, അങ്ങനെ ഒന്നും ഇങ്ങനെയൊക്കെ. ശരിക്കും പക്ഷെ ഇവിടെ വരുന്നത് ഒരു ടോട്ടലി ഡിഫറന്റ് ആണ്. അതായത് നമ്മൾ മുൻപ് കണ്ടിരുന്ന ആ ഒരു ലാലേട്ടന്റെ ആ ഒരു മാനസം കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോ കോമഡി ആയിക്കോട്ടെ, ഇമോഷൻ ആയിക്കോട്ടെ, ഫൈറ്റ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട്, അതായത് നമ്മുടെ ആ ഒരു പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ ആ ഒരു ഫീൽ തന്നെയാണ്. എമ്പുരാൻ എന്ന വലിയൊരു പടത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ തുടരും വന്നിരിക്കുന്നത്. അതുപോലെ ഖുറേഷി എബ്രാം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരമുള്ള വലിയ റോളുകളൊന്നുമല്ല, വെറും സാധാരണക്കാരനെ ടാക്സി ഡ്രൈവറായിട്ട് തന്നെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ലാലേട്ടൻ ഈ സാധാരണക്കാരുടെ റോളുകളൊക്കെ ചെയ്യുന്ന അത് അറിയാമല്ലോ. അദ്ദേഹം ഒരു സാധാരണക്കാരനായി വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഞെട്ടിച്ചിട്ട് തന്നെ വിടുകയുള്ളൂ. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്, ഒരു സാധാരണ ടാക്സി ഡ്രൈവറായിട്ടാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ഒരു മിന്നും പ്രകടനം തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. ടോട്ടലി ലാലേട്ടൻ ഞെട്ടിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്രത്തോളം മികച്ച പെർഫോമൻസ് ആണ് ലാലേട്ടൻ ഈ മൂവിയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രത്തോളം മികച്ച ഒരു ലാലേട്ടന്റെ ഒരു ക്യാരക്ടർ റോൾ ഉള്ളപ്പം അതിനനുസരിച്ചുള്ള ഒരു വില്ലൻ റോൾ തന്നെ വേണം. ശരിക്കും ഈ ഒരു പടത്തിനകത്ത് മെയിൻ ഐറ്റം എന്നുള്ളത് ഈ ഒരു വില്ലൻ റോൾ എന്നുള്ളതാണ്. അതായത് ലാലേട്ടനോടൊപ്പം കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന ആ ഒരു വില്ലൻ റോള് CI ജോർജ് ആയിട്ടാണ് ഈ ഒരു പടത്തിൽ പ്രകാശ് വർമ്മ വരുന്നത്. ആദ്യം തന്നെ ആർക്കും അദ്ദേഹത്തെ സുപരിചിതനല്ല, അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മുഖമാണ്. സിനിമയിൽ തന്നെ അദ്ദേഹം ആദ്യമായിട്ടാണ് മുഖം കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം പരിചയമില്ല. അങ്ങനെ വരുമ്പോഴേക്കൊരു നല്ലൊരു എഫക്ട് തന്നെയാണ് ഈ ഒരു പടത്തിൽ അദ്ദേഹത്തിന്റെ വില്ലൻ റോൾ. പ്രത്യേകിച്ച് ആ ഒരു വില്ലൻ ക്യാരക്ടറിന്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ അടിപൊളി തന്നെയാണ്. ശരിക്കും ഒരു നെഗറ്റീവ് ഫീൽ, അതായത് മറ്റുള്ളവർക്ക് കാണുന്ന ആ ഒരു പ്രേക്ഷകർക്ക് തന്നെ നല്ലൊരു രീതിയിൽ ഇമ്പാക്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു വില്ലൻ റോൾ തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒക്കെ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആരാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതായത് നമ്മുടെ വഡാഫോണിന്റെ സുസു ആ ഒരു പരസ്യത്തിന്റെയൊക്കെ ഡയറക്ടർ ഇദ്ദേഹമാണ്. കാര്യം നമ്മൾ ഒരുപാട് ആരാധിച്ച ആ ഒരു ആർട്സ് ആണത്. അതുപോലുള്ള ഒരുപാട് ആർട്സിന്റെ ഒക്കെ ഡയറക്ടർ ഈ പ്രകാശ് വർമ്മയാണ്. അതായത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ തന്നെയാണ് പ്രകാശ് വർമ്മ. അദ്ദേഹം ഈ ഒരു ഫീൽഡിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അതിഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ലാലേട്ടനോടൊപ്പം തന്നെ കട്ടക്ക് കട്ടക്ക് നിർത്താൻ പറ്റിയ ഒരു കിടിലൻ നെഗറ്റീവ് റോള് തന്നെയായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട ഒരാളാണ് ജെയ്ക്സ് ബിജോയ് എന്നുള്ളത്. ഈ ഒരു പടത്തിന് എവിടെ ഏതൊക്കെ സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷന് കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള സോങ്സ്, അതുപോലെ തന്നെ BGM കാര്യങ്ങളെല്ലാം എത്തിച്ചിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. ജെയ്ക്സ് ബിജോയുടെ ഈ ഒരു BGM അതുപോലെ സോങ്സ് കാര്യങ്ങളെല്ലാം പടത്തിനെ വേറൊരു മൂഡിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടോട്ടലി ഫാമിലി മൂവി ആണെന്ന് ചോദിച്ചാൽ അതുമല്ല, ഒരു ടോട്ടലി ഫൺ എന്റർടൈൻമെന്റ് മൂവി ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. ഒരു ടോട്ടൽ പാക്കേജ് എന്ന് വേണം പറയാനായിട്ട്. അതായത് നമ്മുടെ പഴയ ലാലേട്ടനെ ടോട്ടലി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്. അതായത് ഇതിൽ ഫൺ ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല എമോഷൻസ് ഉണ്ട്, ഫൈറ്റ്സ് ഉണ്ട്, നല്ല സ്റ്റോറി ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു ടോട്ടൽ പാക്കേജ് തന്നെയാണ് തുടരും. ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ മൂവി പോകുന്ന രീതിയിലാണ് പടം പോകുന്നത്. അത്യാവശ്യം നാട്ടുമ്പുറത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു പക്ക നോർമൽ മൂവി. അതായത് ഒരു ഇടയ്ക്ക് പോലും ഒരു ചെറിയ സെക്കൻഡ് പോലും ലാഗോ അല്ലെങ്കിൽ ഒരു മറ്റു രീതിയിലൊരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് പടം കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ പടം കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു വ്യൂവർ എന്ന രീതിയിലല്ല പോകുന്നത്. അതായത് നമ്മളും പടത്തിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന രീതിയിൽ ശരിക്കും എല്ലാവരും എൻഗേജ് ചെയ്യിപ്പിച്ചാണ് പടം തുടക്കം മുതൽ കൊണ്ടുപോകുന്നത്. ആ ഒരു കണ്ടിന്യൂറ്റി തന്നെ അതിമനോഹരം തന്നെയാണ്. അതായത് ഒരു ബ്യൂട്ടിഫുൾ എന്ന് വേണം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പടത്തെ പറയാനായിട്ട്. അങ്ങനെ ആ രീതി പോകുന്ന മൂവി സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴേക്കാണ് ഒരു പീക്ക് ലെവലിലേക്ക് എത്തുന്നത്. അതുപോലെ ലാലേട്ടന്റെ മികച്ച പെർഫോമൻസ് മുഴുവനും വരുന്നത് ഈ ഒരു സെക്കൻഡ് ഹാഫിലാണ്. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഹാഫ് തീരുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം പടത്തിന്റെ ആ ഒരു പോക്ക്, അതായത് പടത്ത് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും. നമുക്ക് അത്യാവശ്യം വലിയൊരു ക്ലൈമാക്സോ അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ അതൊന്നും തന്നെ ഇല്ല. ഒരു സാധാരണ മൂവി തന്നെയാണ്. പക്ഷെ എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലാലേട്ടന്റെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ ടോട്ടൽ വേറെ ലെവലിലാണ് പടം നിൽക്കുന്നത്.
ചില പടങ്ങളുടെ അവസാനത്തെ 20 മിനിറ്റ് ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന പോലെയല്ല, ഈ ഒരു പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയും ഒരു രക്ഷയുമില്ല, കിടിലൻ തന്നെയാണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് പോലീസ് സ്റ്റേഷനിലെ ആ ഒരു ഫൈറ്റ് എന്നുള്ളത്. കിടിലൻ എന്ന് പറഞ്ഞ കിടിലോൽ കിടിലം എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴേക്കും BJP സംഘപരിവാരെല്ലാം നമ്മുടെ ലാലേട്ടന്റെ മൂവി ബഹിഷ്കരിക്കാൻ നടക്കുകയാണ്. അതായത് എമ്പുരാൻ തുടങ്ങിയ വിഷയം ഈ ഒരു പടത്തിലൂടെ മുന്നേറുക തന്നെയാണ്. അവർ നമ്മുടെ ലാലേട്ടന്റെ പോസ്റ്റുകളെല്ലാം ചെന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ, അവർ പടം ബഹിഷ്കരിക്കുകയാണ്, ഇനി മുതൽ പടം കാണുകയില്ല എന്നൊക്കെയാണ് കുറെ ഡയലോഗ് എല്ലാം കാച്ചുന്നത്. എന്നാൽ അവർക്കെല്ലാം മണ്ണാക്കിൽ അടിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടം മുന്നേറുന്നത്. അങ്ങനെയുള്ളവർക്ക് മിസ്സാകുന്നത് ഒരു കിടിലൻ മൂവിയും അതുപോലെ തന്നെ ലാലേട്ടന് നല്ല കിടിലൻ പെർഫോമൻസുമാണ്. ഒരു സാധാരണക്കാരന്റെ ക്യാരക്ടറായിട്ട് ലാലേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പല റെക്കോർഡുകളും ഭേദിച്ചിട്ടേ പോവുകയുള്ളൂ. എന്തായാലും ഇവിടെയും അത് തന്നെ സംഭവിക്കുകയുള്ളൂ. സോ ഇനിയപ്പോൾ നീ ഏതൊക്കെ റെക്കോർഡുകളാണ് പൊളിച്ചെടുക്കാനുള്ളത് എന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് ഒരു ഒറ്റയാൻ കാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, കലി അടങ്ങും വരെ കാട് മെതിച്ച് അവൻ അങ്ങനെ തുടരും. അതാണ് ഇവിടെ ലാലേട്ടന്റെ കാര്യത്തിൽ നമുക്ക് തോന്നുന്നത്. സോ ദ എൽ നെവർ സ്റ്റോപ്സ്, ഇറ്റ് വിൽ കണ്ടിന്യൂസ്. അതായത് ലാലേട്ടൻ ഒരിക്കലും തീരുന്നില്ല, ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു കിടിലൻ മേക്കിംഗ്, അതുപോലെ കിടിലൻ ഡയറക്ഷനും നല്ലൊരു സ്റ്റോറിയും അതുപോലെ നല്ലൊരു വിഷ്വൽ പാക്കേജ് തന്നെയാണ്. പല ഫ്രെയിംസ് ഒക്കെയാണ് അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ ലാലേട്ടന്റെ കിടിലൻ പെർഫോമൻസും. ഇത്രയും കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി തുടരും സിനിമ കാണുക. ഒരിക്കലും മോശമെന്നോ അല്ലെങ്കിൽ പടം പോരാ എന്നോ നിങ്ങൾക്ക് പറയേണ്ടി വരികയില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. സോ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.